ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് പാർട്ട് 2 ആണ് ഈ വീഡിയോ. പാർട്ട് 1 എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കാലത്ത് എണീറ്റ് ചാണകം വാരലും പശുക്കളെ കുളിപ്പിക്കലും തൊഴുത്തടിച്ച് കഴുകലും എല്ലാം കഴിഞ്ഞ് എല്ലാവരുടെയും വൃത്തിയാക്കി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കാലത്ത് 6 മണിക്ക് പാലിന് ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കറന്ന് കഴിയണം. അപ്പോൾ 6 ആളെയും കറക്കണം. ചക്കരേനെ ഉച്ചതിരിഞ്ഞ് കറക്കില്ല, പക്ഷെ രാവിലെ അവളെയും കൂടി കറക്കും. അപ്പോൾ 6 ആളെ കറന്ന് കഴിയാനായിട്ട് നമുക്ക് കൈക്കറവയാണല്ലോ, കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ആരോഗ്യമുള്ള കാലത്തൊക്കെ നമുക്ക് കറവ ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ഒരു കറവ മെഷീൻ വാങ്ങിയാലോ എന്നുള്ളത്. അപ്പോൾ ബ്ലോക്കിൽ സബ്സിഡികളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അപേക്ഷിക്കേണ്ട സമയമാണ്. അപ്പോൾ കറവ മെഷീൻ അപേക്ഷിച്ചാൽ പകുതി നമുക്ക് സബ്സിഡി കിട്ടും. അപ്പോൾ അടുത്ത പ്രസവത്തോടു കൂടി എല്ലാവരും അതൊന്ന് പരിചയപ്പെടുത്തണം, എല്ലാ പശുക്കളും അതുമായി ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ദേവൂട്ടീനെയാണ് കറക്കണത്. പ്രസവിച്ചിട്ട് ഇപ്പോൾ 8 മാസം കഴിഞ്ഞു. എന്നാലും അവൾക്കൊരു 10 ലിറ്റർ പാലോളം ഇപ്പോഴും കിട്ടുന്നുണ്ട്. ദേവൂട്ടിയുടെ പാലാണ് നിന്ന് കഴിയുമ്പോൾ കുറേ ചുരന്ന് പോവുകയൊക്കെ ചെയ്യും രാവിലെ ആകുമ്പോഴേക്കും. എന്നാലും വലിയ കുഴപ്പമില്ല. നല്ലൊരു പശുവാണ് ദേവൂട്ടി. കറക്കാനൊക്കെ നല്ല ഈസിയാണ്. ഞാനാണ് കറന്നിരുന്നത്. ഇപ്പോൾ കുഞ്ഞാറ്റ പ്രസവിച്ചപ്പോൾ കുഞ്ഞാറ്റനെ ഞാൻ കറക്കും, ദേവൂട്ടീനെ ചേട്ടൻ കറക്കും. അപ്പോൾ കുഞ്ഞാറ്റ അതിൻ്റെ ഇടയിൽ കുട്ടിയായിട്ട് ഭയങ്കര സെറ്റാണ്. അപ്പോൾ കുട്ടികളെ അടുത്ത് കെട്ടി ശീലിപ്പിക്കുന്നത് അത് ഞാൻ ചെയ്യാറില്ല. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻപിൽ കെട്ടി നിർത്തും. അപ്പോൾ അവർ നക്കുകയൊക്കെ ചെയ്യും. കാലൊക്കെ പുലുകൂടിലേക്ക് എടുത്ത് വെച്ചിട്ട് കുഞ്ഞാറ്റ അവളെ നക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാനാണ് കുഞ്ഞാറ്റനെ കറക്കണത്. കുഞ്ഞാറ്റയുടെ അകട്ട് പിന്നെ നല്ല ടൈറ്റായിട്ടുള്ളതാണ്. അപ്പോൾ പാലൊന്നും പോയില്ല. എത്ര പാല് വന്ന് നിറഞ്ഞ് നിന്നാലും അവളുടെ പാല് പോകാത്ത കാരണം നമുക്ക് കുറച്ചുകൂടി കാരണം സമാധാനമാണ്. അകിട് വീക്കം വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ പാല് ചുരന്ന് പോകുമ്പോൾ. അപ്പോൾ നമ്മുടെ പാർട്ട് 1 വീഡിയോ കണ്ടപ്പോൾ ഒരു സബ്സ്ക്രൈബർ ഒരു സംശയം ചോദിച്ചു, 3 നേരം കറന്നുകൂടെയെന്ന്. പക്ഷേ നമുക്ക് 2 നേരം കറക്കാനേ ഇപ്പോൾ പറ്റുള്ളൂ. 3ാമത്തെ നേരം കറന്നു കഴിഞ്ഞാൽ നമുക്ക് സൊസൈറ്റിയിൽ പാല് കൊടുക്കാൻ പറ്റില്ല. തണുത്ത പാല് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എടുത്തു വെച്ച് പിറ്റേ ദിവസം അളക്കാമെന്ന് പറഞ്ഞാൽ പറ്റില്ല. പിന്നെ അത് തൈരാക്കി കൊടുക്കണം. തൈരാക്കുക എന്ന് പറഞ്ഞാൽ നല്ല തൈര് കിട്ടണമെങ്കിൽ 1 ലിറ്റർ തൈര് കിട്ടണമെങ്കിൽ 1.5 ലിറ്റർ പാല് കാച്ചിയാൽ മാത്രമേ നമുക്ക് 1 ലിറ്റർ തൈര് കിട്ടുള്ളൂ. അപ്പോൾ ആ വില 1.5 ലിറ്ററിൻ്റെ പാലിൻ്റെ നമ്മൾ കാച്ചി ഇതൊക്കെ നോക്കുമ്പോൾ ആ പൈസ പറയുമ്പോൾ ആൾക്കാർക്ക് അത്ര ഇഷ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തൈരിൻ്റെ പരിപാടി ഇല്ല വീട്ടിൽ, പാല് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 3 നേരം കറന്നിരുന്നു. പണ്ട് നമ്മൾ എനിക്കൊരു ഉണ്ടക്കണ്ണി എന്നിട്ടൊരു പശു ഉണ്ടായിരുന്നു. അവൾക്കൊരു 25 ലിറ്റർ പാല് കിട്ടുന്ന പശുവായിരുന്നു. അപ്പോൾ അവളെ 3 നേരം കറക്കാറുണ്ട്. അന്ന് നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് പിറ്റേ ദിവസം ആളുകൾക്ക് കൊടുക്കുമ്പോൾ അതിലൊക്കെ ഒഴിച്ച് കൊടുക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ നമ്മൾ 2 നേരം കറക്കും. ഇത്തിരി നേരത്തെ എണീക്കും. പ്രസവിച്ച സമയത്തൊക്കെ ഇത്തിരി മുൻപ് എണീറ്റ് ഇപ്പോൾ 13 ലിറ്റർ പാല് 14 ലിറ്റർ പാലൊക്കെ കിട്ടിയിരുന്നു ദേവൂട്ടിക്ക്. ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടി നേരത്തേറ്റ് കറക്കാൻ നോക്കുക. അപ്പോൾ ദേവൂട്ടിയുടെ മോളും ഭയങ്കര സ്നേഹമാണ്. ഇങ്ങനെ ഇവിടെ ഇത്രയും പശുക്കൾ പ്രസവിച്ച കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര സ്നേഹമുള്ള അമ്മേനെയും മോളെയും ഞങ്ങൾ എപ്പോഴും അത് ശ്രദ്ധിക്കലാണ് പണി. മോളായത് ഭാഗ്യം. കാരണം നമ്മൾ പെൺകുട്ടിയായതുകൊണ്ട് അവളെ കൊടുക്കണില്ല. അപ്പോൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ അടുത്തൊരു കുട്ടി വരുന്നത് വരെ അവർക്ക് സ്നേഹിച്ച് നിൽക്കാം. അടുത്ത കുട്ടി വന്നാൽ പിന്നെ ഈ കുട്ടിയോട് അത്ര സ്നേഹമൊന്നും ഉണ്ടാവില്ല. പശുക്കൾക്ക് ഇതിനെ കുത്താൻ നിൽക്കും. പക്ഷെ അതുവരെ അവൾക്ക് നല്ല സ്നേഹത്തിലിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഒരു 9.5-10 ലിറ്റർ പാലിപ്പോൾ കിട്ടിയിട്ടുണ്ട്. മുകളിൽ കെട്ടി ഒറ്റക്കൂടിയാക്കി. ഇപ്പോൾ നമ്മൾ 2 മാസമായല്ലോ കുഞ്ഞിന്. അപ്പോൾ അവൾ കഞ്ഞിവെള്ളവും കുറേശ്ശെ വൈക്കോലൊക്കെ തിരിച്ചൊക്കെ അടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാലിപ്പോഴും ശരിയല്ല അവളുടെ. എന്നാലും അപ്പോൾ നമ്മൾ ആ 5 മണിയുടെ കുടി നിർത്തിയോട് കൂടിച്ച് കുഞ്ഞാറ്റയ്ക്ക് പാലുണ്ട്. അപ്പോൾ നല്ല പാല് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പശുവിനെ കറന്നിട്ടുള്ള പാലുകൾ വലിയൊരു ബക്കറ്റിൽ അരിച്ച് ഒഴിച്ച് വയ്ക്കും. കാരണം അവരുടെ അകിട്ടിലുള്ള രോമങ്ങളും കരടുകളൊക്കെ വീഴാനുള്ള ചാൻസ് ഉള്ള കാരണം നല്ല പോലെ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടാണ്. അപ്പോൾ വലിയൊരു ബക്കറ്റിൽ ഒഴിച്ച് വയ്ക്കും. അപ്പോൾ 25 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. അപ്പോൾ 2 ആളെ കറന്നപ്പോൾ ഏകദേശം ഒരു 20 ലിറ്ററോളം പാല്. അപ്പോൾ നമ്മുടെ പശുക്കൾക്ക് എല്ലാവർക്കും ചക്കരയ്ക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും ഒരു 10 ലിറ്റർ വീതം ഏകദേശം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ചേട്ടൻ 2ാമത്തെ പശുവിനെയാണ് കറക്കുന്നത്. ദേവൂട്ടിയുടെ കറവ് കഴിഞ്ഞു. കുഞ്ഞോളെയാണ് കറക്കണത്. കുഞ്ഞോള് കാല് കെട്ടിയിട്ടാണ് കുഞ്ഞോളെ കറക്കണത്. കുട്ടിയും അടുത്ത് വേണം. അവൾക്ക് ഭയങ്കര നിർബന്ധങ്ങൾ കൂടുതലുള്ളൊരു പശുവാണ് ഇവിടുത്തെ. കുട്ടിക്ക് ഇപ്പോൾ 9 മാസമായ ചെക്കനാണ് അവൻ. പക്ഷേ അവൾ കറക്കണ ചുരത്തണമെങ്കിൽ
കുട്ടീനെ തന്നെ വേണം. നമ്മൾ അവനെ ഒരു 5 മാസമായപ്പോൾ കൊടുത്തതാണ്. എന്നിട്ട് ചെറുത്താണ്ട് അവൾ പാല് ചെറുത്താണ്ട് അകിടുവെക്കം വരണ പോലെ അകിട് വന്ന് വീർത്തോട് കൂടിയിട്ട് കൊണ്ടുപോയവരോട് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആ കുട്ടീനെ എപ്പോഴും അടുത്ത് കെട്ടിയാൽ മാത്രമേ ചെറുത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ 3 മാസം കഴിഞ്ഞ് 4 മാസം ഗർഭിണി ആയിട്ട് 2 മാസം കൂടിയും കറന്നിട്ട് അവനെ കൊടുക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ നേരത്ത് കൊണ്ടുവന്ന് കെട്ടലും അതൊക്കെ. അപ്പോൾ കുഞ്ഞോളെ കാല് കെട്ടിയിട്ടൊന്നല്ല കറന്നിരുന്നത്. പക്ഷേ ചേട്ടനൊരു ഓപ്പറേഷൻ വന്ന് വേറെ കറവാക്കാരൻ വന്ന് നമ്മുടെ അമ്മയിൽ വന്ന് കറന്നോട് കൂടിയിട്ട് അവൾ കാല് കെട്ടിയാൽ മാത്രമേ സമ്മതിക്കുള്ളൂ. കാല് കെട്ടാണ്ട് ഇപ്പോൾ കറക്കാനായിട്ട് പേടിയാണ്. ഒരു അടി കിട്ടിയാൽ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിച്ച് കറക്കുകയാണ് അവളെ. അപ്പോൾ ഈ കുട്ടീനെ അടുത്ത് കെട്ടുമ്പോൾ അവൻ്റെ അമ്മയും മേത്ത് കുത്താൻ നോക്കും, ഇപ്പുറത്ത് ദേവുട്ടി കുത്തും. പാവം സുന്ദരൻ എന്താ ചെയ്യുക, നമുക്ക് പാല് കിട്ടാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. 10 മിനിറ്റ് നേരം അവനതൊക്കെ സഹിച്ച് നിൽക്കണം. അപ്പോൾ നമ്മുടെ കിങ്ങിണി മോളാണ് കേട്ടോ. കിങ്ങിണി മോൾക്കും 10 ലിറ്ററോളം പാലുണ്ട്. കിങ്ങിണി മോളുടെ ആദ്യത്തെ പ്രസവമാണ്. ഇപ്പോൾ കുത്തി വെച്ചിട്ട് ഒരു പ്രാവശ്യം കുത്തി വെച്ചിട്ട് ചെന്ന പിടിച്ചില്ല. ഇപ്പോൾ രണ്ടാമതൊന്നും കൂടി കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവളെ കറക്കുമ്പോൾ എന്തായാലും പാല് നല്ലോണം താഴെ പോകും. കാരണം അവളുടെ ഫ്രണ്ട് കാമ്പ് ചുരത്തി വരുമ്പോൾ തന്നെ ബാക്കിലെ പാലിങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും. നമുക്ക് പാത്രം ഇങ്ങനെ നീക്കി വെച്ച് കറക്കാമെന്ന് വിചാരിച്ചാൽ എപ്പോഴാണ് കാല് ചിലപ്പോൾ പൊക്കിയാലോ പാല് മുഴുവൻ പോലെന്ന് വെച്ചിട്ട് ഞാനിങ്ങോട്ട് നീക്കി വെച്ച് കറക്കും. വലിയ പശു തന്നെയാണ് കിങ്ങിണി മോള്. എന്നാലും അതൊരു പാവാണ് അങ്ങനെ കാല് പൊക്കി. പക്ഷേ ഈ ഈച്ചക്കാലായതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ഈച്ചയുടെ ശല്യമാണ്. കാലത്ത് കുഴപ്പമില്ല, ഉച്ച തിരിഞ്ഞ് ഭയങ്കര പേടിച്ച് കറങ്ങും. ഇപ്പോൾ ചേട്ടൻ കറക്കുന്നത് വലിയോളയാണ്. അപ്പോൾ വലിയോളും നല്ലൊരു പശു തന്നെ. നമ്മുടെ വീട്ടിലെ എല്ലാ പശുക്കളും നല്ല പശുക്കൾ തന്നെ, നല്ല പാലുള്ളവരും നല്ല ഇണക്കമുള്ളവരും. അപ്പോൾ വലിയോൾക്ക് തീറ്റ ഇട്ട് കൊടുക്കണം. തീറ്റ എന്ന് പറഞ്ഞാൽ കാലിത്തീറ്റ ഇട്ട് കൊടുക്കില്ല, വൈക്കൂല് നിറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അവൾ ഈ പറഞ്ഞോണം തന്നെ 8 മാസമൊക്കെ ആയപ്പോൾ ഒരു ഇറിറ്റേഷനാണ് കറക്കുമ്പോൾ. അപ്പോൾ വൈക്കൂല് നല്ലോണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല പോലെ കണ്ണനെ ഉടന്ന് തിന്നും വലിയോളും എല്ലാവർക്കും. അപ്പോൾ അവളെ കറക്കണ നേരത്തെ നമ്മൾ വീണ്ടും എല്ലാവർക്കും വൈക്കൂലിട്ട് കൊടുക്കും. ഇപ്പം നേരം വെളുത്തു തുടങ്ങി. അപ്പോൾ നമ്മൾ 5 പേർക്ക് അവിടെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ 3 ആൾക്ക് ചക്കര, അമ്മൂട്ടി, സുന്ദരൻ ഇവർക്ക് നമ്മൾ തീറ്റ പിന്നെ ഒരു പ്രാവശ്യമായിട്ട് ഞാൻ ചക്കരേനെ കറക്കണ നേരത്തേക്ക് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ചക്കരയ്ക്ക് ഇതുപോലെ ഭയങ്കര ദേഷ്യമാണ്, കറക്കുമ്പോൾ കാലൊക്കെ ഇട്ട് കുത്താൻ തുടങ്ങും. അപ്പോൾ ചക്കരയ്ക്ക് തീറ്റ കൊടുത്തിട്ട് കറക്കുകയാണെങ്കിൽ എനിക്ക് വലിയ വിഷയമില്ല. അപ്പോൾ ചക്കരയ്ക്ക് ഇപ്പോൾ ഒരു 3.5-4 ലിറ്റർ പാലാണ് കിട്ടണുള്ളൂ. ഇപ്പോൾ ഈ മാസത്തേക്ക് 5 മാസവും ഗർഭിണിയായിട്ട്. അപ്പോൾ ചക്കരേനെ കറക്കണം എന്നുള്ളൊരു പേരിൽ എന്തായാലും കറവ് വറ്റണ വരെ നമുക്ക് പാല് വറ്റണ വരെ കറന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവൾക്ക് ഭയങ്കര സാമർഥ്യം കൂടുതലാണ്. വട്ടയ അങ്ങോട്ടിട്ട് തിരിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് നിൽക്കുക. അപ്പോൾ നമ്മൾ 3:30 ആയിട്ട് നമ്മുടെ വീഡിയോ പൊടുത്തും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നേരം വെളുത്തൊരു 6 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. 6:15 6:30 ആകുമ്പോഴേക്കും നമ്മുടെ പാല് മേടിക്കണവരൊക്കെ വരും. അവർക്കറിയണ്ടല്ലോ, അവർക്ക് നേരം വെളുത്ത് ചായ കുടിക്കണ നേരത്ത് പാല് മേടിക്കാൻ വരിക എന്നുള്ളതാണ്. നമ്മൾ കാലത്ത് എണീറ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാലവിടെ ശരിയാക്കി കൊണ്ടുവയ്ക്കാനായിട്ട്. അപ്പോഴേക്കും എല്ലാവരും വന്നു തുടങ്ങും. അമ്മയാണ് പാലൊക്കെ കൊടുക്കണത്. പക്ഷെ എന്നും ചെയ്യണ പണികളായാലും ഇതൊക്കെ ഒരു ഇഷ്ടത്തോടു കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യണത്. നമുക്കതിലൊന്നും ഒരു മടുപ്പൊന്നുമില്ല കേട്ടോ. എന്തോ മൃഗങ്ങളുടെ കൂടെയുള്ള ഒരു ജോലി നമ്മൾ ആസ്വദിച്ച് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവരെയും കറന്നു. ഇനിയിപ്പോൾ ഈ പാലുകളൊക്കെ നമുക്ക് മിക്സ് ചെയ്യും, എല്ലാ പശുക്കളുടെയും പാല്. ഇപ്പോൾ ഒരു 35 ലിറ്റർ പാലാണ് നമ്മൾ രാവിലെ അളക്കണത്. ഇപ്പം അപ്പോഴേക്കും നമ്മുടെ ഒരു കാക്ക എന്നും വരും. 5:45 6 മണിയാകുമ്പോഴേക്കും കാക്ക വന്ന് തീറ്റ കൊടുക്കണം. എത്ര തിരക്കുണ്ടെങ്കിലും അതിന് തീറ്റ കൊടുത്തില്ലെങ്കിൽ അത് കിടന്ന് കാക്ക എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം അവന് ഞാൻ തീറ്റ കൊടുത്തു. അവൻ തീറ്റ കൊടുക്കാൻ നിൽക്കുമ്പോൾ വലിയോൾക്കും കണ്ണനും എല്ലാവർക്കും ആ തീറ്റയിൽ പങ്കു വേണം. അപ്പോൾ നമ്മളോട് ഇതുപോലെ ഒരു കസ്റ്റമർ ചോദിച്ചു കേട്ടോ, തുള്ളി വെള്ളം ഒഴിക്കാത്ത പാല് വേണം ചേച്ചി, എത്ര പൈസ വേണമെങ്കിൽ കൂടുതൽ തരാം, കുഞ്ഞിന് മരുന്ന് കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര പൈസ തന്നാലും നമ്മുടെ വീട്ടിൽ ഒരു പാലേ ഉള്ളൂ. വീടുകളിലേക്ക് നമ്മൾ കൊടുക്കണ പാലായാലും സംഘത്തിൽ കൊടുക്കണ പാലായാലും ഒക്കെ
തുള്ളി വെള്ളം ഒഴിക്കാത്ത പാലാണ് കൊടുക്കുന്നത്. കാരണം പാലിൽ തന്നെ 87% വെള്ളമുണ്ട്. പിന്നെ നമ്മളായിട്ട് എന്തിനാ വേറെ വെള്ളം ചേർക്കണത്? ഇപ്പോൾ ഓരോ പശുവിനെ കറന്നിട്ടുള്ള ആ ബക്കറ്റ് ചുറ്റി കഴുകണ വെള്ളം പോലും ഞങ്ങളുടെ ചായക്ക് എടുക്കുക എന്നല്ലാതെ പാലിൽ ഒഴിക്കാറില്ല. ഇവിടെ കൊണ്ടുപോയി നമ്മുടെ പാല് ടെസ്റ്റ് ചെയ്താലും ആർക്കും അറിയാം അതിലൊരു തുള്ളി വെള്ളം നമ്മുടേതായിട്ട് ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം നമ്മുടെ പാല് മേടിച്ചവർ എന്തായാലും വന്നിരിക്കും. കുറേ വഴി അകലെയുള്ളവർ വരെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വന്ന് 2 ലിറ്റർ പാല് കൊണ്ടുപോയി അവർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ചായ വയ്ക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു ചേച്ചി ഇത് പാല് മേടിക്കാൻ വന്നപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു തലേദിവസം പറയുകയാണെങ്കിൽ ഞാൻ നല്ല സുന്ദരിയായിട്ട് വന്നേനല്ലോ എന്നൊക്കെ പറയണം. അയ്യോ സുന്ദരിയായിട്ട് വന്നേനല്ലേ. അപ്പം അമ്മയാണ് കാലത്ത് 6 മണി തൊട്ട് 8 മണി വരെയുള്ള. അപ്പോൾ ആ സമയത്താണ് ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അമ്മയാണ് പാല് കൊടുക്കുക. അതൊരു നമുക്കൊരു സമാധാനമാണ്. കാരണം തൊഴുത്തിലെ പണി കഴിഞ്ഞ് വന്ന് വീണ്ടും പാല് കൊടുക്കാനും കൂടിയും അമ്മയില്ലെങ്കിൽ എനിക്ക് ഇരിക്കേണ്ടി വരും. അപ്പം അമ്മയാണ് അതൊക്കെ ചെയ്യുക. അപ്പം അമ്മയ്ക്ക് അതൊരു നേരം പോക്കാണ്. ദിവസവും വീടിനടുത്തുള്ള കുറേ ആൾക്കാർ വന്ന് പാല് മേടിക്കണം, അവരായിട്ട് ഒരു കുശലാന്വേഷണവും. കാലത്ത് അമ്മയ്ക്ക് അതൊരു നേരം പോക്കാണ്. അപ്പോഴേക്കും നമ്മുടെ സൊസൈറ്റിയിൽ നിന്നുള്ള ഓട്ടോറിക്ഷ വരും. പാല് സൊസൈറ്റിയിലത്തെ പാല് കൊണ്ടുപോകുന്ന വഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് പാല് കൊണ്ടളക്കാൻ പോകണ്ട. അല്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് സൊസൈറ്റിയിൽ തന്നെ കൊണ്ടളക്കണം. പക്ഷെ അവരുടെ റൂട്ടുള്ള സ്ഥലമാണ് നമ്മുടെ വീടിൻ്റെ അതിൽ കൂടെ പല ആൾക്കാരും മേടിക്കണത് കൊണ്ട് തന്നെ ഓട്ടോറിക്ഷ സ്ഥിരമായിട്ട് വരും. അപ്പോൾ അവരുടെ ആ ചേട്ടൻ്റെ വീട്ടിലേക്കുള്ള പാല് നമ്മുടെ പാലിൽ നിന്ന് എടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആൾ പറയാറുണ്ട് എപ്പോഴും, മണിയേട്ടൻ പറയും, നിങ്ങളുടെ പാല് മേടിച്ചേ പിന്നെ ഞങ്ങൾ നെയ്യ് ഉണ്ടാക്കാറില്ല. ഈ 1 ലിറ്റർ പാല് കൊണ്ടു ചെന്ന വഴിക്ക് തന്നെ തിളപ്പിച്ച് അതിലത്തെ പാടെടുത്ത് വെച്ചിട്ട് അവർ നെയ്യ് ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് അളക്കണത് കൊണ്ട് തന്നെ കാലത്തേറ്റ് ഈ പാലും കൊണ്ട് സൊസൈറ്റിയിലേക്ക് പോകാണ്ട് കഴിഞ്ഞു. അത് ശരിയായ രീതിയല്ല ശരിക്കും. പക്ഷേ നമ്മുടെ ഇന്ന് പാല് ടെസ്റ്റ് ചെയ്യാനുള്ള പാല് അവർ ഡെയിലി എടുത്തു കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ പാല് അകിട് വീക്കോ അല്ലെങ്കിൽ അതിൽ വെള്ളം ചേർന്നുണ്ടോ എന്നൊക്കെയുള്ള പാലാണോ എന്നൊക്കെ അറിയാനായിട്ട് എന്നും 50 ഗ്രാം പാല് കൊണ്ടുപോകാറുണ്ട് സൊസൈറ്റിയിലേക്ക്. അപ്പം ഇന്നൊരു വേറെ ഒരു വിഷ്ണു എന്ന് പറഞ്ഞ കുട്ടി അനു വിഷ്ണു എന്ന് പറഞ്ഞ കുട്ടിയാണ് വരാറ്. അവൻ ലീവായതുകൊണ്ട് തന്നെ വേറൊരു ചേച്ചിയാണ് ഇന്ന് പാല് അളക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ചേട്ടനുള്ള പാലുകളൊക്കെ അവർക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുടെ പാർട്ട് 3 വരുന്നുണ്ട്. എന്നാലാണ് ഒരു 11 മണി വരെയുള്ള സമയം നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പാർട്ട് 1 കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ പാർട്ട് 2ഉം 3 ഒക്കെ കാണണം. അപ്പോൾ നമ്മൾ 72 രൂപ ലിറ്ററിന് വെച്ചിട്ടാട്ടോ വീട്ടിൽ കൊടുക്കുന്ന പാലിന്. അതിപ്പോൾ 1 ഗ്ലാസ് മുതൽ 1 ലിറ്റർ വരെ വാങ്ങണവരുണ്ട്. അപ്പോൾ നമ്മുടെ പാല് കൊടുക്കണതിൽ ഏറ്റവും അവസാനം വരുന്ന ആളമ്മയുടെ കൂട്ടുകാരി തന്നെയാണ് രാധേച്ചി. അപ്പോൾ ആളൊരു 8 മണി തൊട്ട് 8:30 വരെയുള്ള ഒരു സമയത്താണ് ആളെത്തുക. ഇവിടുന്ന് പാല് മേടിച്ച് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് അങ്ങനെയൊക്കെയാണ് ആളുടെ കാര്യങ്ങൾ. അപ്പോൾ അടുത്ത പാർട്ട് 3 വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.